ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് പൈനാപ്പിളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. വെറും 15 മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനാദ്യം തന്നെ ഞാനിവിടെ ഒരു ട്രേ എടുത്തിട്ട് അതിൽ ബട്ടർ പേപ്പർ ഒന്ന് വിരിച്ചിട്ട് അതിൽ ബട്ടർ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. ഇനി ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര വെറുതെ ഒന്ന് ഇതുപോലെ ഒന്ന് വെതറിയിട്ട് കൊടുക്കുക. ഇപ്പോൾ ബട്ടർ പേപ്പർ നിർബന്ധമൊന്നുമില്ല, ബട്ടർ പേപ്പർ ഇല്ലാണ്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇനി ഇതുപോലെ പൈനാപ്പിളിൻ്റെ പീസസ് തൊലി കളഞ്ഞിട്ട് റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കതിൻ്റെ ആ നടുഭാഗം ഉണ്ടല്ലോ, ഒരു അടപ്പ് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് മാറ്റിയാൽ ഇതുപോലെ റൗണ്ടായിട്ട് കിട്ടും. അതൊന്ന് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ബൗളിൽ 2 കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുക. തണുപ്പില്ലാത്ത മുട്ട തന്നെ എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അതുപോലെ തണുപ്പില്ലാത്ത പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാലും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർക്കുന്നുണ്ട്. ഓയിലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ വേണമെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ചിട്ട് അങ്ങനെ നിങ്ങൾക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ ഇളക്കി ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തിട്ട് അതുപോലെ തന്നെ 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറേശ്ശെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്താൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ മൈദ ഒരു അരിപ്പയിലിട്ടിട്ട് അതിലേക്ക് തന്നെ ബേക്കിംഗ് പൗഡർ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു 2-3 പ്രാവശ്യം അരിച്ചെടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. കുറേശ്ശെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യാം. ഇപ്പോൾ കുറേശ്ശെ മുഴുവനായിട്ട് ഒന്നിച്ചിട്ട് ഇളക്കുമ്പോൾ നമുക്ക് കട്ടയായിട്ട് പോകുമെന്ന് വിചാരിച്ചിട്ട് 2-3 പ്രാവശ്യമായിട്ട് ഇതുപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പൈനാപ്പിൾ നിരത്തി വെച്ചതിൻ്റെ മേലെ ഇതിൽ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കട്ടിയിലുള്ള കേക്കല്ല കേട്ടോ അത്. അതുകൊണ്ട് തന്നെ കുക്കിംഗ് ടൈം വളരെ കുറഞ്ഞ സമയം മാത്രമേ നമുക്കിതിന് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഇത് നിങ്ങൾ പാനിലാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്തെടുക്കുക. സ്റ്റൗവിൽ പാനിൽ ഇതുപോലെ ആദ്യം പൈനാപ്പിളിൻ്റെ പീസസൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നല്ല പോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് തട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ഓവനിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ സ്റ്റൗവിലാണെങ്കിൽ പാനിൽ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓവനുള്ളവരാണെന്നുണ്ടെങ്കിൽ ഓവനിൽ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ല പോലെ ഒന്ന് തട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിൽ ഒരു 15 മിനിറ്റ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. 180 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കുക. ഈ ഒരു സമയം നമ്മളൊരു ബൗളിലേക്ക് ഒരു 1/2 കപ്പ് ബട്ടർ, റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് തന്നെ നമ്മൾ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ കുറേശ്ശെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഒരു വിസ്കോ തവിയോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ പഞ്ചസാര കുറേശ്ശെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എസൻസ് ചേർക്കണില്ല, നമ്മൾ കേക്കിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആ ഒരു എന്താ പറയുക ക്രീമും കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീമിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അതുപോലെ ബട്ടറും പഞ്ചസാരയും ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ആ കേക്കിൽ ഈ ഒരു ക്രീം നന്നായിട്ട് തേച്ച് കൊടുക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കേക്കാണ്. കുട്ടികളൊക്കെ ക്രീം കേക്കൊക്കെ പറയുന്ന സമയത്തൊക്കെ വളരെ ഈസി ആയിട്ട് വീട്ടിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ല പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോൾ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. റോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ റോൾ കേക്ക് ആക്കിയിട്ട് അങ്ങനെ ചെയ്യാം. ഞാനിത് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു സാൻഡ്വിച്ചൊക്കെ പോലെ, കേക്ക് സാൻഡ്വിച്ച് ഉണ്ടല്ലോ അതൊക്കെ പോലെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ നടുഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു കേക്ക് മടക്കിയിട്ടുണ്ട്. ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ തണുപ്പിച്ചിട്ട് നിങ്ങൾക്ക് മുറിച്ചെടുക്കാം. ഞാനിവിടെ ആ ഒരു തണുപ്പിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ബട്ടർ പേപ്പറൊക്കെ അതിൽ നിന്നൊന്ന് എടുത്ത് മാറ്റുക. എന്നിട്ട് ഇതുപോലെ ഒരു 3 പീസായിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തും മുകൾ ഭാഗത്തും ഓരോ പീസ് പൈനാപ്പിൾ വരുന്ന രീതിയിലാണ് ഞാൻ മടക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കേക്ക് സാൻഡ്വിച്ചാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പൈനാപ്പിളും ബട്ടറൊക്കെ ചേർന്നിട്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.